ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC നിലവിൽ വന്നിട്ടുള്ള 3 നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ്. സോ ഈ 3 നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 എക്സാംസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഫെർമി ലെവൽ കൺസെപ്റ്റ്, അതുപോലെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, മാസ് ആക്ഷൻ ലോ എന്താണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന MCQ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഫെർമി ലെവൽ ഇൻ ആൻ N-type semiconductor as the doping concentration increases? Option A, it moves towards the conduction band, then it moves towards the valence band, then remains constant, moves to the intrinsic level. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫെർമി ലെവല് ഒരു N-type സെമികണ്ടക്ടറിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ മാസ് ആക്ഷൻ ലോയും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നമുക്ക് 1-2 റിലേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇതിനെന്ത് സംഭവിക്കും എന്നുള്ളത് പറയാം. അപ്പോൾ അതായത് ഇവിടെ N-type ആണ്. സോ ഞാനിവിടെ N-ൻ്റെ ആ ഒരു റിലേഷൻ എടുക്കുവാണ്. നമ്മുടെ N0 അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലുള്ള ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. സോ ആ N-ൻ്റെ റിലേഷൻ നമ്മൾ 2 റിലേഷൻസ് പഠിച്ചിട്ടുണ്ട്. N ഈസ് ഈക്വൽ ടു Ni ഇൻറ്റു E റേസ് ടു EF മൈനസ് EI ബൈ KT. അതല്ല, N ഈസ് ഈക്വൽ ടു NC എന്ന് പറഞ്ഞിട്ട് റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻ ഉപയോഗിച്ചാലും മതി, ഏത് റിലേഷൻ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് N-type സെമികണ്ടക്ടറിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സോ ആസ് ദ ഡോപ്പിംഗ് ഇൻക്രീസസ്, അതിൻ്റെ മീനിങ് എന്താണ്? ദ N വാല്യൂ വിൽ ഇൻക്രീസ്. ഡോപ്പിംഗ് എന്ന് പറയുന്നത് ആ മെജോറിറ്റി കാരിയറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുമെന്ന് പറഞ്ഞാൽ N കൂടും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് N കൂടണമെങ്കിൽ നമ്മുടെ EF മൈനസ് EI എന്ന് പറയുന്ന NI ഒരു നമുക്കറിയാം, NI എന്ന് പറയുന്നത് ഇപ്പോൾ സിലിക്കണൊക്കെ എടുക്കുകയാണെങ്കിൽ 1.5 × 10⁻10 ആണ്. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ 300 കെൽവിനിൽ അതൊരു ഫിക്സഡ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് N ഇൻക്രീസ്ഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഇക്വേഷൻ വെച്ചിട്ട് EF മൈനസ് EI എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലേ. EF മൈനസ് EI ഈസ് ഗ്രേറ്റർ ദാൻ KT നമുക്ക് പറയാം. അപ്പോൾ EF മൈനസ് EI കൂടുവാണ്. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കുവാണെങ്കിൽ EC ദെൻ EV, ഇതാണ് നമ്മുടെ ഇൻട്രിൻസിക് ലെവൽ EI അല്ലേ. നമ്മുടെ EF മൈനസ് EI എന്ന് പറയുന്ന ആ ഒരു എനർജി ഡിഫറൻസ് കൂടുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെർമി ലെവൽ. ഫെർമി ലെവൽ ഈസ് ക്ലോസർ ടു നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് ആണ്. അപ്പോൾ EF മൈനസ് EI ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ EI എന്ന് പറയുന്നത് മിഡിൽ ഓഫ് ബാൻഡ് ഗ്യാപ്പ് ആണ്. അപ്പോൾ ഇവിടെ ഇൻക്രീസ്ഡ് ആവുന്നത് എന്താണ്? EF ആണ്. EF ആണ് മുകളിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ EF എന്ന് പറയുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ EF മൈനസ് EI ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫെർമി ലെവൽ വിൽ മൂവ് ടുവേർഡ്സ് ദ കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡോപ്പിംഗ് കൂടുന്നതനുസരിച്ചാണ്. അതായത് നമ്മുടെ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് തന്നെ അത് പ്രൂവ് ചെയ്യാവുന്നതാണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫെർമി ലെവലിൻ്റെ ലൊക്കേഷൻ പറയുന്ന 4 എക്സ്പ്രഷൻസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് EC മൈനസ് EF അല്ലെങ്കിൽ EC മൈനസ് EF, ഇവിടെ നമുക്ക് EF മൈനസ് EI ആണ്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ആ 4 റിലേഷനകത്തും ഫെർമി ലെവൽ ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ EFഉം EIയും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ഫോർമുലയാണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ വിൽ ഇൻക്രീസ്. അപ്പോൾ ആ ഡോപ്പിംഗ് കൂടുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ കൂടുന്നു. അതിനനുസരിച്ച് നമ്മുടെ ആ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ EF മൈനസ് EI ഇൻക്രീസ് ചെയ്യണം. EF മൈനസ് EI ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ EI എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ബാൻഡ് ഗ്യാപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ EF ഇൻക്രീസ്ഡ് ആവണം, EF മുകളിലേക്ക് ഇൻക്രീസ്ഡ് ആവണം. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ് മൂവ് ടുവേർഡ്സ് ദ കണ്ടക്ഷൻ ബാൻഡ്. ഫെർമി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിനടുത്തേക്ക് പോകണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
if the temperature of the semiconductor increases, how does the position of Fermi level change in an n-type semiconductor? അപ്പോൾ ഇവിടാണ് പലർക്കും ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഡോപ്പിംഗ് ആണ്, ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടെമ്പറേച്ചറാണ്. അപ്പോൾ രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മിക്ക എക്സാംസിന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസും അടുപ്പിച്ച് തന്നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ദെൻ അടുത്തത് നമ്മുടെ ടെമ്പറേച്ചറാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കണ്ടക്ടിവിറ്റി ഒക്കെ കൂടും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ ഫെർമി ലെവൽ എങ്ങോട്ടാണ് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മൂവ് ചെയ്യുന്നത് നോക്കാം. ഇ സി, ഇ വി, ദെൻ ഇ ഐ. ഇവിടെ ഡോണർ ലെവലും ഫെർമി ലെവലും ഞാനിവിടെ കാണിക്കുവാണ്. ഡോണർ ലെവലാണിത് ഇ ഡി ആൻഡ് ദിസ് ഈസ് ഫെർമി ലെവൽ. അപ്പോൾ നമ്മുടെ ഫെർമി ലെവൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസർ ടു കണ്ടക്ഷൻ ബാൻഡ്. ഡോണർ നമ്മുടെ ഇമ്പ്യൂരിറ്റി ലെവലാണ്, അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടക്ടിവിറ്റി കൂടും. അതൊക്കെയാണ്, കണ്ടക്ടിവിറ്റി കൂടും. സോ നമുക്ക് നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് എക്സ്ട്രിൻസിക് കാരിയേഴ്സ്, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ, എക്സ്ട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ, ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രിൻസിക്കിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് നമുക്കിവിടെ എക്സ്ട്രിൻസിക് ആണ് പറഞ്ഞിരിക്കുന്നത്, എൻ ടൈപ്പ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്ട്രിൻസിക് ആയതുകൊണ്ട് ഞാനൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? മെജോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എൻ ആയിരിക്കും. ദെൻ ഇവിടെ നമ്മൾ ആ ഒരു ടെമ്പറേച്ചറാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇനിഷ്യലി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ അയോണൈസേഷൻ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പാർഷ്യൽ അയോണൈസേഷൻ പ്രോസസ്സ് ആണ് ഇനിഷ്യലി നടക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സ്ലോലി നമ്മുടെ ഇമ്പ്യൂരിറ്റി അയോൺസ് അയോണൈസ് ചെയ്ത് തുടങ്ങും. സോ ഇതിനെ നമ്മൾ ഫ്രീസ് ഔട്ട് റീജിയൻ എന്നൊക്കെ വിളിക്കും. ഒരു പാർഷ്യൽ അയോണൈസേഷൻ പ്രോസസ്സാണ് ഇനിഷ്യലി നടക്കുന്നത്. സോ ദെൻ അതിനുശേഷം നമ്മുടെ എക്സ്ട്രിൻസിക് നേച്ചർ ആയിരിക്കും അതിന് കിട്ടുന്നത്, അതായത് കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് പിന്നെ കാണിക്കുന്നത്. ദെൻ ടെമ്പറേച്ചർ ഒരുപാട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ഗോ ടു ആൻ ഇൻട്രിൻസിക് സ്റ്റേറ്റ്. അപ്പോൾ ഞാൻ ഓരോന്നൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇനിഷ്യലി ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രീസ് ഔട്ട് റീജിയൻ ആണ്. ഒരു പാർഷ്യൽ അയോണൈസേഷൻ എന്ന് പറയാം. ഇവിടെ നടക്കുന്നത് ഒരു പാർഷ്യൽ അയോണൈസേഷൻ പ്രോസസ്സാണ്. ഓക്കെ, സോ പാർഷ്യൽ അയോണൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ അതിനുശേഷം ഞാൻ പറഞ്ഞു അതിനൊരു എക്സ്ട്രിൻസിക് നേച്ചർ ആയിരിക്കും. ഇവിടെ എക്സ്ട്രിൻസിക് നേച്ചറാണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഒരു 300 കെൽവിനിലൊക്കെ അതൊരു എക്സ്ട്രിൻസിക് നേച്ചർ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ദെൻ നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതിന് ഇൻട്രിൻസിക് നേച്ചർ ആയിരിക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 റീജിയൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രീസ് ഔട്ട് റീജിയൻ, ദെൻ നമ്മുടെ എക്സ്ട്രിൻസിക് റീജിയൻ, ദെൻ ലാസ്റ്റ് ഇൻട്രിൻസിക് റീജിയൻ. അങ്ങനെ 3 റീജിയൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇനിഷ്യലി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് അയോണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും, ദെൻ എക്സ്ട്രിൻസിക് ആയിട്ട് ബിഹേവ് ചെയ്യും, ദെൻ ഇൻട്രിൻസിക് ആവും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ അതിൻ്റെ നേച്ചർ ഇൻട്രിൻസിക് ആവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫെർമി ലെവൽ, ഇതാണ് ഇവിടെ നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫെർമി ലെവലിൻ്റെ പൊസിഷൻ, ഇവിടാണ് ഫെർമി ലെവലിൻ്റെ പൊസിഷൻ. ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ ഇൻട്രിൻസിക് റീജിയൻ. അപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് ആയിരിക്കും അത് വരുന്നത്. ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ ഇൻട്രിൻസിക് റീജിയൻ. അതിനൊരു ഇൻട്രിൻസിക് നേച്ചറാണ്, അത് ഇങ്ങനൊരു രീതിയിലാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും കണ്ടക്ഷൻ ബാൻഡിലേക്കല്ല അത് പോകുന്നത്. കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നത് കേസ് ചെയ്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അത് നമുക്ക് ആ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഫെർമി ലെവൽ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫെർമി ലെവലിൻ്റെ ലൊക്കേഷൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഈ ടുവേർഡ്സ് ദ ഇൻട്രിൻസിക് റീജിയൻ.
അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻട്രിൻസിക് റീജിയനിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് മൂവ് ടുവേർഡ്സ് കണ്ടക്ഷൻ ബാൻഡ്, മൂവ് ടുവേർഡ്സ് വാലൻസ് ബാൻഡ്, റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, മൂവ്സ് റാൻഡംലി, ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് മൂവ് ടുവേർഡ്സ് വാലൻസ് ബാൻഡ് ആണ് അല്ലേ. ഒരിക്കലും കണ്ടക്ഷൻ ബാൻഡ് അടുത്തോട്ട് പോവില്ല. ശരിക്കും അത് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രിൻസിക്കിൻ്റെ അടുത്തേക്കാണ്. ഇൻട്രിൻസിക് മീൻസ് അതായത് വാലൻസ് ബാൻഡ് അടുത്തേക്കാണ് അത് വരുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് അത് വാലൻസ് ബാൻഡ് ആണ് ആൻസർ. സോ ശരിക്കുമുള്ള ആൻസർ ആണ് ഞാൻ പറഞ്ഞത് ടുവേർഡ്സ് ഇൻട്രിൻസിക്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ആ ഒരു ഇൻട്രിൻസിക്കിൻ്റെ ആ ഒരു റീജിയൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് ബിലോ റീജിയൻ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡ് അടുത്തേക്കാണല്ലോ. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ മൂവ് ടുവേർഡ്സ് ദ വാലൻസ് ബാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ആണ് ഡിസ്കസ് ചെയ്തത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഒരു എൻ ടൈപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് പി ടൈപ്പിൻ്റെ കേസും പറയാം. ദെൻ which parameter affects the shape of Fermi-Dirac distribution function the most? അപ്പോൾ ഒരു Fermi-Dirac ഫംഗ്ഷൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണെന്നാണ് തന്നേക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് അറ്റോമിക് മാസ് അല്ല, ടെമ്പറേച്ചർ, പ്രഷർ, മെറ്റീരിയൽ ഡെൻസിറ്റി. സോ ഇത് നമ്മുടെ ആൻസർ അത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചർ ആയിട്ടാണ് അതിന് ഒരു ഡിപ്പെൻഡൻസി കൂടുതൽ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു പ്രോബ്ലം കാര്യങ്ങളൊന്നും അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എനർജി ബാൻഡ് ഡയഗ്രം ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ദ ഇൻട്രിൻസിക് ഫെർമി ലെവൽ ഇൻ സിലിക്കൺ ലൈസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ബാൻഡ് ഗ്യാപ്പ്. ഇഫ് ദ ബാൻഡ് ഗ്യാപ്പ് എനർജി ഈസ് 1.12 ഇലക്ട്രോൺ വോൾട്ട്, ദ ഇൻട്രിൻസിക് ഫെർമി ലെവൽ ഈസ് അറ്റ് വാട്ട് എനർജി വിത്ത് റെസ്പെക്ട് ടു കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം EI എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രിൻസിക് ഫെർമി ലെവൽ. EI എന്ന് പറയുന്നത് എവിടെയാണ്? മിഡിൽ ഓഫ് ബാൻഡ് ഗ്യാപ്പ് ആണ്. അതായത് EC + EV/2 അതിൻ്റെ മിഡിലായിരിക്കും നമ്മുടെ EI എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡുമായിട്ട് എങ്ങനെയാണ് EIയുടെ ആ ഒരു റിലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടക്ഷൻ ബാൻഡ് ഇപ്പോൾ EC + EV ആണ്. EC + EV/2. നമുക്ക് വേറൊരു കാര്യം അറിയാം, നമ്മുടെ എനർജി ഗ്യാപ്പ് എന്താണ്? EC - EV. ഇതിനെയാണ് എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത് അല്ലേ, ഇതിനെയാണ് EG എന്ന് വിളിക്കുന്നത്. ഇവിടെ EG തന്നിരിക്കുന്നത് 1.12 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിലിക്കണിൻ്റെ ഒക്കെ കേസിൽ അത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു സിലിക്കൺ സെമി കണ്ടക്ടറിൻ്റെ 1.12 ഇലക്ട്രോൺ വോൾട്ട് എന്ന് EG തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലൊക്കേഷൻ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ആണ്. അപ്പോൾ ഞാനിവിടെ EC + EVക്ക് പകരം ശരിക്കും EC - EV ആണല്ലോ EG എന്ന് പറയുന്നത്, EG. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് EV എന്ന് പറയുമ്പോൾ EC - EG എന്ന് എഴുതാം, അതാണ് EV. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ EC + EVക്ക് പകരം എന്ത് കൊടുക്കാം? EC - EG /2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 2EC/2 എന്ന് വെച്ചാൽ EC ആണ് -EG/2. അപ്പോൾ ഇവിടെ EG നമുക്ക് 1.12 തന്നിട്ടുണ്ട്. ഇപ്പോൾ EG/2 എന്ന് പറയുമ്പോൾ ഏതാണ്? 0.56 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്, നമ്മുടെ ആൻസർ കിട്ടുന്നത് EI എന്ന് പറയുന്നത് നമുക്ക് EC - 0.56 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ ഫെർമി അല്ല, EI മീൻസ് ലൊക്കേഷൻ ഓഫ് ഇൻട്രിൻസിക് ഫെർമി ലെവൽ. സോ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കേസിൽ നമ്മുടെ EI EF ഒരേ ലെവലിലാണ്. അപ്പോൾ EI എന്നോ EF എന്നോ നമുക്ക് വിളിക്കാം. അപ്പോൾ EI = EC - 0.56 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ECയിൽ നിന്നും 0.56 താഴെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് പറയാം 0.56 ഇലക്ട്രോൺ വോൾട്ട് ബിലോ ആയിരിക്കും നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ EC - 0.56 മീൻസ് ഇറ്റ് ഈസ് ബിലോ, 0.56 ബിലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഫെർമി ഫംഗ്ഷൻ FE, അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. FE തന്നിട്ടുണ്ട് 0.75. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ബീങ് എംറ്റി? എംറ്റി എന്ന് പറഞ്ഞാൽ ഹോൾ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 1 - FE. അപ്പോൾ അത്
ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ്, ഹോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 1 മൈനസ് എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0.75. സോ നമുക്ക് 0.25 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഈ രീതിയിലാണ് ഇലക്ട്രോൺ പ്രോബബിലിറ്റി, ഹോൾ പ്രോബബിലിറ്റി നമ്മൾ ഫെർമി ഫംഗ്ഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മുടെ മാസ് ആക്ഷൻ ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു സിലിക്കൺ ബാർ തന്നിട്ടുണ്ട്, സിലിക്കൺ ബാർ വിത്ത് ഡോണർ കോൺസെൻട്രേഷൻ ND തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇൻട്രിൻസിക് ക്യാരി കോൺസെൻട്രേഷൻ 300 കെൽവിനിലുള്ളത് തന്നിട്ടുണ്ട്. ദെൻ അസ്യൂമിങ് കംപ്ലീറ്റ് അയോണൈസേഷൻ. അപ്പോൾ ആ കംപ്ലീറ്റ് അയോണൈസേഷൻ മീൻസ് അത് കംപ്ലീറ്റ്ലി എക്സ്ട്രിൻസിക് ആണ്, ആ ഒരു രീതിയിലാണ് തന്നേക്കുന്നത്. ദെൻ ഡിറ്റർമിൻ N0 ആൻഡ് P0, ഇതാണ് ചോദ്യം. സോ ഇവിടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 2.25 into 10⁻15 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് cm⁻³ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ശരിക്കും ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അതായത് ഇഫ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഗ്രേറ്റർ ദാൻ, ഇഫ് ഡോപ്പിംഗ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ Ni. ഇവിടെ Niയുടെ വാല്യൂ എത്രയാണ്? 1.5 into 10⁻10 ആണ്. അപ്പോൾ നമ്മുടെ ഡോപ്പിംഗ് എത്രയാണ്? 2.25 into 10⁻15. അപ്പോൾ പവർ നോക്കിയാൽ മതി, 10⁻15ഉം Niയുടെ വാല്യൂ 10⁻10 പവറിലുമാണ്. അപ്പം നമ്മുടെ കണ്ടീഷൻ ഓക്കെയാണ്. ഇഫ് ഡോപ്പിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ Ni. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് പറയാം ഡോപ്പിംഗ് ലെസ് ദാൻ Ni കേസസ് വരുന്നില്ല. നമുക്കതിനെ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡോപ്പിംഗ് ഗ്രേറ്റർ ദാൻ Ni കണ്ടീഷൻ മിക്ക കേസിലും ഇങ്ങനെയുള്ളൊരു കേസാണ് നമുക്ക് വരുന്നത്. ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ തരുവാണെങ്കിൽ ഡോപ്പിംഗ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ Ni ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പറയാം മെജോറിറ്റി എന്ന് പറയുന്നത്, മെജോറിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡോപ്പിങ്ങിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സെമി കണ്ടക്ടർ ND വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് N ടൈപ്പ് ആണ്. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ND ആണോ Na ആണോ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ND മാത്രമാണ്. സോ ND മാത്രമാവുകയാണെങ്കിൽ ഡോണർ കോൺസെൻട്രേഷൻ വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ആ സെമി കണ്ടക്ടർ N ടൈപ്പ് ആയിരിക്കും. അപ്പോൾ N ടൈപ്പ് ആയതുകൊണ്ട് മെജോറിറ്റി എന്തായിരിക്കും? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആയിരിക്കും N0. സോ N0യുടെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മുടെ ഡോപ്പിങ്ങിന് ഈക്വൽ ആയിരിക്കും. സോ N0യുടെ വാല്യൂ 2.25 into 10⁻15 ആയിരിക്കും. ദെൻ P0 എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? P0 എന്ന് പറയുന്നത് മൈനോറിറ്റി ആണ്. സോ മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് മാസ് ആക്ഷൻ ലോ വെച്ചിട്ടാണ്. മാസ് ആക്ഷൻ ലോ എന്താണ്? N0 P0 ഈസ് ഈക്വൽ ടു Ni². അവിടെ നമുക്ക് P0 ആണ് മൈനോറിറ്റി. സോ നമുക്ക് Ni² ബൈ മെജോറിറ്റി എന്ന് എഴുതാം. N0 Ni² എത്രയാണ്? 1.5 അല്ലേ? 1.5ൻ്റെ സ്ക്വയർ 2.25 ആവും. So 1.5 into 10⁻10 the whole square by N0 2.25 into 10⁻15 ആണ്. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇതിനകത്തുനിന്ന് P0 നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. 1.5ൻ്റെ സ്ക്വയർ 2.25 ആണ്. 10 to the power 10 ആണ്. 10 to the power 10 ഇതാണ് നമുക്ക് Ni തന്നിരിക്കുന്നത്. സോ 1.5 into 10 to the power 10 the whole square. അപ്പോൾ 10 to the power 20 ആവും അല്ലേ? സോ 10 to the power 20 by 10 to the power 15 ആണ്. അപ്പോൾ 2.25 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരുന്നത്? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 20 - 15 അതായത് 1 into 10⁻5 എന്ന് വരും. ഇത്രയും cm⁻⁻. P0യും കിട്ടി, N0യും കിട്ടി. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കാം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ D ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്താണ്? ഇഫ് ഡോപ്പിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ Ni ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് മെജോറിറ്റി ബൈ ദിസ് ഇക്വേഷൻ. മെജോറിറ്റി എന്ന് പറയുന്നത് ഡോപ്പിങ്ങിന് ഈക്വൽ ആയിരിക്കും. ദെൻ മൈനോറിറ്റി നമ്മൾ മാസ് ആക്ഷൻ ലോ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. മൈനോറിറ്റി കണ്ടുപിടിക്കുന്നത് മാസ് ആക്ഷൻ ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ഒരു കേസ് കൂടെ നമുക്ക് പറയാം. ഇഫ് ഡോപ്പിംഗ് ഈക്വൽ ടു Ni, ഇഫ് ഡോപ്പിംഗ് ഈക്വൽ ടു Ni, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നമ്മുടെ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ചാർജ് ന്യൂട്രാലിറ്റി കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ചാർജ് ന്യൂട്രാലിറ്റി കണ്ടീഷൻ ഇത് യൂസ് ചെയ്താണ് നമ്മൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചാർജ് ന്യൂട്രാലിറ്റി കണ്ടീഷൻ ഇതാണ്.
ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിനകത്ത് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഏതൊക്കെയാണ്? ഹോൾസ് ഉണ്ട് അല്ലേ, ദെൻ ഡോണർ അയോൺസ് ഉണ്ട്, ഇത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. ദെൻ നെഗറ്റീവ് ചാർജസ് നോക്കുവാണെങ്കിൽ N0 ഉണ്ട്, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഉണ്ട്, ദെൻ അക്സെപ്റ്റർ കോൺസെൻട്രേഷൻ അത് Na മൈനസ് ആണ്. അപ്പോൾ അതെല്ലാം നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം ലെഫ്റ്റിൽ കൊടുത്തേക്കുന്നത് പോസിറ്റീവ് ചാർജും റൈറ്റിൽ കൊടുത്തേക്കുന്നത് ടോട്ടൽ നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കേസ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ റെയറായിട്ട് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാസ് ആക്ഷൻ ലോയും കൂടെ യൂസ് ചെയ്യാം. കാരണം നമുക്ക് ഇപ്പം P0 ആണ് മെജോറിറ്റി എങ്കിൽ N0 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മാസ് ആക്ഷൻ ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന പ്രോബ്ലംസ് വളരെ റെയറായിട്ടാണ്, കാരണം അത് സോൾവ് ചെയ്യണമെങ്കിലൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഞാൻ ഫസ്റ്റ് കേസ് പറഞ്ഞത്. രണ്ടാമത്തെ കേസ് ഇത്. അതാണ് ഈ രണ്ട് ടൈപ്പ് കേസാണ് നമുക്ക് മാസ് ആക്ഷൻ ലോയിൽ നിന്നും ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇവിടെ സെയിം മാസ് ആക്ഷൻ ലോ വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം രണ്ട് സെമി കണ്ടക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടുള്ളൊരു ചോദ്യമാക്കി ചോദിച്ചേക്കുവാണ്. മാസ് ആക്ഷൻ ലോ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സോ രണ്ട് സെമി കണ്ടക്ടേഴ്സ് ഞാനിവിടെ മാർക്ക് ചെയ്യണം. വൺ ഈസ് സ്റ്റോപ്ഡ് വിത്ത് 10⁻18 ഡോണേഴ്സ്. അപ്പോൾ ഒരെണ്ണം ND വെച്ചിട്ട് ഡോപ്പ് ചെയ്തേക്കുവാണ്. 10⁻18 cm⁻³ വെച്ച് ഡോപ്പ് ചെയ്യുന്നു. അതർ ഈസ് ഡോപ്ഡ് വിത്ത് അക്സെപ്റ്റർ ആണ്. സോ അത് 10⁻16 ആണ് തന്നേക്കുന്നത്. അത് അക്സെപ്റ്റേഴ്സ് ആണ്. ദെൻ മൈനോറിറ്റി കാരിയർ ഡെൻസിറ്റി. അപ്പോൾ ഇത് ND എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആ ഒരു സെമി കണ്ടക്ടർ എന്തായിരിക്കും? ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് N ടൈപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ഈ തന്നേക്കുന്ന വാല്യൂ എന്തായിരിക്കും? N0 തന്നെ ആയിരിക്കും. അപ്പോൾ N0യുടെ വാല്യൂ 10⁻18 എന്ന് എനിക്ക് പറയാം. ദെൻ ദ മൈനോറിറ്റി കാരിയർ ഡെൻസിറ്റി ഇൻ ദ ഫസ്റ്റ് സെമി കണ്ടക്ടർ അത് തന്നിട്ടുണ്ട് 10⁻7 അല്ലേ. അപ്പോൾ ഇതിനകത്ത് മൈനോറിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് P0യുടെ വാല്യൂ തന്നിട്ടുണ്ട് 10⁻7. അപ്പം N0 ഉണ്ട്, P0 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം ആ ഒരു നമ്മൾ മാസ് ആക്ഷനിലൂടെ കണ്ടീഷൻ വെച്ചിട്ട് N0 P0 ഈക്വൽ ടു Na² ആണ് അല്ലേ. N0 P0 ഈസ് ഈക്വൽ ടു Na² ആണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെമി കണ്ടക്ടറിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നമുക്ക് N0യും P0യും തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് Na², കാരണം ക്വസ്റ്റ്യൻ അത് Na² പറയുന്നില്ല. അപ്പോൾ N0 P0 എന്താണ്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Na²ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. Na² എന്ന് പറയുന്നത് 10⁻18 ഇൻറ്റു 10⁻7, അതായത് 10⁻25 ആണ്. അത്രയും cm⁻³ ആണ് Na² കിട്ടുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ഇൻ ദ സെക്കൻഡ് സെമി കണ്ടക്ടർ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് P ടൈപ്പ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ Na വെച്ച് ഡോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം P0യുടെ വാല്യൂ 10⁻16 ആണ്. വാട്ട് ഈസ് N0? അപ്പോൾ N0 എങ്ങനെ കണ്ടുപിടിക്കും? Na²/P0. അപ്പോൾ Na² ഇവിടെ തന്നിട്ടുണ്ട്. രണ്ടും സെയിം മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ സെയിം ആണ്. അപ്പോൾ Na² ഇത് തന്നെ ഉപയോഗിക്കാം. Na²ൻ്റെ വാല്യൂ 10⁻25/P0 എന്ന് പറയുന്നത് നമ്മുടെ മെജോറിറ്റിയാണ്, 10⁻16 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 10⁻9 എന്നാണ് കിട്ടുന്നത്. അത്രയും cm⁻³ സോ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് രണ്ടും സെയിം മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ രണ്ടിൻ്റെയും സെയിം ആണ്. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് നമ്മൾ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചിട്ട് അടുത്തതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. രണ്ടിടത്ത് നമ്മൾ മാസ് ആക്ഷൻ ലോ ഉപയോഗിച്ചിട്ടാണ് മൈനോറിറ്റീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസുമായിട്ടുള്ള ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ബിഹേവിയറാണ്. അപ്പോൾ അതിൽ കുറച്ച് ഒരു കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡോണർ ലെവൽ അയോണൈസേഷൻ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അത് റോങ് ചോയ്സ് ആണ്. കാരണം നമുക്കറിയാം അതിൻ്റെ ഒരു ഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇനിഷ്യലി അത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അയോണൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ അതിനുശേഷം ഇൻട്രിൻസിക് ആവുന്നു, ദെൻ അതിനുശേഷം എക്സ്ട്രിൻസിക് ആവുന്നു, ദെൻ അതിനുശേഷം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻട്രിൻസിക് നേച്ചർ ആവുന്നു. അപ്പോൾ ഇതാണ് ഒരു N0യും ടെമ്പറേച്ചറും തമ്മിലുള്ള
ആ ഒരു ഗ്രാഫ്. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അയണൈസേഷൻ സ്ലോലി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ ഡോണർ ലെവൽ അയണൈസേഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, അത് ശരിയാണ്. ദെൻ തേർഡ് ഓപ്ഷൻ ഡോണർ ലെവൽ അയണൈസേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, അത് തെറ്റാണ്. ടെമ്പറേച്ചറുമായിട്ടൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ഡോണർ ലെവൽ അയണൈസേഷൻ ഇൻക്രീസസ് ആണ്, ആ ഡിപ്പെൻഡൻസി നമ്മൾ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു. അപ്പോൾ തേർഡും റോങ് ചോയ്സ് ആണ്. ദെൻ ഫോർത്ത് ചോയ്സ് ഡോണർ ലെവൽ അയണൈസേഷൻ ഇൻക്രീസസ് ആസ് ED മൂവ് ടുവേർഡ്സ് കണ്ടക്ഷൻ ബാൻഡ്, അത് തെറ്റാണ്. കാരണം ഡോണർ ലെവൽ അയണൈസേഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഓക്കെയാണ്, പക്ഷേ ഈ ED എന്ന് പറയുന്ന ലെവൽ ഇൻക്രീസ് ആവത്തില്ല. ED ലെവൽ എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ ഓപ്ഷനും തെറ്റാണ്. സോ ഇവിടെ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലി 2 ആണ്. 2 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം ലാസ്റ്റ് ഓപ്ഷനിൽ നമുക്കൊരു സംശയം വരും, അവിടെ ED മൂവ് ചെയ്യില്ല. അപ്പോൾ ED മൂവിങ് ടുവേർഡ്സ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നുണ്ട്. സോ ആ ഓപ്ഷൻ തെറ്റാണ്. സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻ B ആണ്, 2 ഓൺലി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ്, ഇതും സെയിം ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഫെർമി ലെവലിലും ടെമ്പറേച്ചറുമായിട്ടുള്ള ഡിഫറൻസ് ആണ്, ഒരു ഡിപ്പെൻഡൻസിയാണ്, നമ്മളതും പഠിച്ചതാണ്. ഇവിടെ EF ലൈസ് ബിലോ ED അറ്റ് റൂം ടെമ്പറേച്ചർ, അങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. സോ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളതാണ്. EF എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിലോ അറ്റ് ED, അത് ശരിയാണ്. കാരണം റൂം ടെമ്പറേച്ചർ, അതായത് 300 കെൽവിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ EF അല്ലെ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് EF അത് ഇൻട്രിൻസിക് ലെവലിന് അടുത്തേക്ക് വരുവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. കാരണം EF എന്ന് പറയുന്നത് EDക്കും താഴെ വരും. അപ്പോൾ EDക്ക് മുകളിൽ നിന്ന് EF ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് EDക്ക് താഴെ വരും, അത് കറക്റ്റ് ഓപ്ഷനാണ്. ദെൻ അതിനുശേഷം EF ലൈസ് എബോവ് ED ആസ് T ടെൻസ് ടു 0, അതും ശരിയാണ്. T 0യിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വരച്ച് കാണിച്ചതാണ്. EC EV EI, then this is ED, then EF. അപ്പോൾ ഇനിഷ്യലി അത് എബോവ് ED ആണ്. ആസ് T ടെൻസ് ടു 0, ദെൻ അത് എബോവ് EF എന്ന് EDക്ക് മുകളിലാണ് നമ്മുടെ EFൻ്റെ ലൊക്കേഷൻ. ദെൻ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിനൊരു 300 കെൽവിനിലൊക്കെ എത്തുമ്പോൾ അത് ബിലോ നമുക്ക് EF എന്ന് പറയും, ബിലോ ED എന്ന് നമുക്ക് പറയും. EF ലൈസ് ബിലോ ED ആണ്. അതിന് മുമ്പ് അത് എബോവ് ED ആണ്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റ് ആണ്. ദെൻ 3 ഈസ് ഓൾസോ കറക്റ്റ്, കാരണം EF ഈക്വൽ ടു ED ആണ് അറ്റ് സം ടെമ്പറേച്ചർ അല്ലേ. അതിനുശേഷം അത് ഇൻട്രിൻസിക് നേച്ചറിലോട്ട് പോകുന്നു. ഓപ്ഷൻ 4 തെറ്റാണ്, കാരണം EF ഈസ് ഇൻവേരിയൻറ്റ് വിത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റോങ് ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ്. Then in an intrinsic semiconductor, what is the primary factor influencing the position of the Fermi level? അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചറും ഡോപ്പിങ്ങും രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഓപ്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ രണ്ട് ഓപ്ഷൻസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ടെമ്പറേച്ചറിനെയും ഡോപ്പിങ്ങിനെയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് നമ്മുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 എക്സാംസിനും വേണ്ടിയുള്ള കോഴ്സസ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അത് സിംഗിൾ കോഴ്സസ് ആയിട്ടും ബണ്ടിൽ കോഴ്സസ് ആയിട്ടും നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സസിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ MCQ ഡിസ്കഷൻ്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ ഗൈഡൻസോ വേണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഏണസ്റ്റ് അക്കാഡമി തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.